الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا صلى الله عليه وعلى آله وأصحابه وأتباعه وبارك وسلم تسليما كثيرا كثيرا. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واذكر في الكتاب مريم إذ انتبذت من أهلها مكانا شرقيا فاتخذت من دونهم حجابا فأرسلنا إليها روحنا فتمثل لها بشرا سويا قالت إني أعوذ بالرحمن منك إن كنت تقيا. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاكرين والحمد لله رب العالمين. മറിയം അലൈഹിസ്സലാമയുടെ അത്ഭുതകരമായ ജീവിതത്തിലെ ചില പ്രതിഭാസങ്ങളൊക്കെ കണ്ടിട്ട് സക്കരിയ നബി അലൈഹിസ്സലാമിനും ആ മസ്ജിദുമായി ബന്ധപ്പെട്ടവർക്കെല്ലാം മനസ്സിലായി അല്ലാഹു മറിയമിനെ സ്വീകരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നാം പറയുന്ന ഫതഖബ്ബലഹാ റബ്ബുഹാ ബിഖബൂലിൻ ഹസനിൻ വഅൻബതഹാ നബാതൻ ഹസന. അല്ലാഹു തആല സ്വീകരിച്ചു. എങ്ങനെയാ സ്വീകരിച്ചത്? ബിഖബൂലിൻ ഹസനിൻ, ഏറ്റവും നല്ല സ്വീകരണം അല്ലെങ്കിൽ ഏറ്റവും നല്ല സ്വീകാര്യത അല്ലാഹു തആല മറിയം അലൈഹിസ്സലാമയുടെ വിഷയത്തിൽ അല്ലാഹു തആല നൽകി. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു ഫഅൻബതഹാ നബാതൻ ഹസന. അതുപോലെ തന്നെ ഏറ്റവും നല്ല ജീവിതവും നാം മറിയമിനെ ജീവിപ്പിക്കും. അള്ളാഹുവിന്റെ സംരക്ഷണത്തിലായിട്ട് മറിയം അലൈഹിസ്സലാം അങ്ങനെ ജീവിച്ചു വളർന്നു വന്നു. പള്ളിയോട് ചേർന്നുള്ള സ്ഥലത്തായിരുന്നു മറിയം അലൈഹിസ്സലാമയ്ക്ക് താമസിക്കാനുള്ള സൗകര്യം കൊടുത്തത്. എന്നാൽ മറിയം അലൈഹിസ്സലാം കുറച്ചുകൂടി വലുതായപ്പോൾ, പ്രായപൂർത്തിയൊക്കെ ആയി, അങ്ങനെ ഒരു യുവതിയുടെ സന്ദർഭമായപ്പോഴേക്കും മറിയം അലൈഹിസ്സലാം കൂടുതലും ആ ഭാഗത്തു നിന്ന് മാറി ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് താമസിക്കുമായിരുന്നു. ഇതുപോലെ തന്നെ ഒരു താമസ സൗകര്യം അവിടെയും ആക്കി കൊടുത്തു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ആ പച്ച ഷർട്ട്, പച്ചങ്ങുവാ ഇവിടെ എന്താ പേര് പോലെ മാഷാ ഇവിടെ കേട്ടാ. അല്ലാഹു സ്വീകരിക്കട്ടെ. മാഷാ അല്ലാഹ്. നിങ്ങൾ നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പം തുർക്കിയിലെ ഒരു പള്ളിയിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്ക് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. നിങ്ങൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറകിൽ കുട്ടികളുടെ ശബ്ദം കേൾക്കുന്നില്ല എങ്കിൽ വരും തലമുറയിൽ നിങ്ങൾ പേടിക്കണമെന്നാണ്. നിങ്ങൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറകിൽ കുട്ടികളുടെ ശബ്ദം കേൾക്കുന്നില്ല എങ്കിൽ ഭാവി തലമുറയുടെ വിഷയത്തിൽ നിങ്ങൾ പേടിക്കണമെന്നാണ്. കുട്ടികൾ വേണം, ഒരു അനുഗ്രഹമാണ്. അൽഹംദുലില്ലാഹ്. ഇച്ചിരി കഴിയുമ്പോൾ പൊക്കോണ്ട. അങ്ങനെ അല്ലാഹു തആല മറിയം അലൈഹിസ്സലാമയെ വളർത്തിക്കൊണ്ടുവന്നു. മറിയം അലൈഹിസ്സലാം കുറച്ചുകൂടി വലുതായപ്പോൾ വിശുദ്ധ ഖുർആൻ തന്നെ അങ്ങനെ തന്നെ പറയുന്നുണ്ട്. വദ്കുർ ഫിൽ കിതാബി മറിയം ഇദ് ഇൻതബദത് മിൻ അഹ്ലിഹാ മകാനൻ ശർഖിയ. മക്കാനൻ ഷർഖിയൻ, കുറച്ച് അങ്ങോട്ട് മാറിയിട്ടൊരു വിശാലമായ ഒരു സ്ഥലത്ത്, പള്ളിയിൽ നിന്ന് വിട്ടിട്ട് ഒരു സ്ഥലത്ത് മറിയം അലൈഹിസ്സലാം അങ്ങനെ താമസം തുടങ്ങി. ഫത്തഖദത് മിൻ ദൂനിഹിം ഹിജാബ, ഒരു മറ. അല്ലാഹു തആല സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില പാഠങ്ങൾ അവിടെ പഠിപ്പിക്കുകയാണ്. ഒരുപാട് വിശദീകരണം, നമുക്ക് 2, 3, 4 ദിവസം പറയാനുള്ള വിശദീകരണം ഈ ഒരൊറ്റ ആയത്തിന്റെ ഈ 2 വാക്കിൽ കാണാൻ കഴിയും. സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ സംരക്ഷണത്തിലായിരുന്നു
സക്കരിയ നബി അലൈഹിസ്സലാം ആ പള്ളിയിലെ പ്രധാനപ്പെട്ട ഇമാമായിരുന്നു. സക്കരിയ നബി അലൈഹിസ്സലാം കുടുംബത്തിലെ, അതായത് മൂത്തുമ്മായുടെ ഭർത്താവാണ്. ഇങ്ങനെ എല്ലാം ബന്ധമുണ്ട്. മറിയം അലൈഹിസ്സലാം ആ നാട്ടിൽ ഏറ്റവും മഹത്വവൽക്കരിക്കപ്പെട്ടതായിരുന്നു. ചെറുപ്പം മുതലേ ആരും മോശമായ ഒരു കണ്ണോടുകൂടി നോക്കൂല. അതിനുള്ള എല്ലാ സാഹചര്യവും ആ നാട്ടിലുണ്ടായിരുന്നു. എന്നിട്ടും മറയുടെ സന്ദർഭമായപ്പോഴേക്കും മറിയം അലൈഹിസ്സലാം അവരുടെ ഇടയിൽ നിന്നും അല്പാൽപമായി മറയാൻ തുടങ്ങി. അള്ളാഹു അതുകൊണ്ടാണ് രണ്ടാമത് ആ വിഷയം എടുത്തുദ്ധരിക്കുന്നത്. നമ്മളുടെ വീടുകളിലൊക്കെ എല്ലാവരും അൽഹംദുലില്ലാഹ് സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയുമാണ് താമസിക്കുന്നത്, കഴിയുന്നത്. അള്ളാഹു ആ സ്നേഹം നിലനിർത്തി തരുമാറാകട്ടെ. പക്ഷേ നമ്മളുടെ വീടുകളിൽ നമ്മളുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ടവരെല്ലാവരും വരും പോകും, വരേണ്ടതാണ്. പക്ഷെ സ്ത്രീകളുടെ ഇടയിൽ അള്ളാഹു തആല ഒരു വലിയ മറ വെച്ചിട്ടുണ്ട്. നമുക്ക് ബന്ധം കൂടുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിൽ ചിലപ്പം ആണുങ്ങളില്ലാത്ത വീട്, ഭർത്താവ് ഗൾഫിലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ തിരക്ക് പിടിച്ച ജോലിയുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും. അപ്പോൾ നമ്മളുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തിയാക്കാൻ നമ്മുടെ തന്നെ കുടുംബത്തിൽ നല്ല ആത്മാർത്ഥതയുള്ള, നല്ല സ്നേഹമുള്ള ചെറുപ്പക്കാർ വരാറുണ്ട്, പോകാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതൊന്നും ഒരു തെറ്റുമല്ല, ഒരു കുഴപ്പവുമില്ല. പക്ഷെ നമുക്കൊക്കെ ഒരു കുഴപ്പമുണ്ട്. ആ ബന്ധം അങ്ങോട്ട് കൂടുമ്പോൾ എല്ലാ ആത്മാർത്ഥതയും സ്നേഹം അവൻ അങ്ങനെ ചിന്തിക്കൂല. അള്ളാഹു തആലയുടെ ചിന്തയുടെ വിഷയമൊന്നും പറഞ്ഞിട്ടില്ല. അള്ളാഹു ഔലിയാക്കന്മാരാണെങ്കിലും സാധാരണക്കാരാണെങ്കിലും എല്ലാവർക്കും അള്ളാഹു ഒരു നിയമമാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതാണ്. നമ്മളിടെ ചിന്തിക്കുന്നത് അവൻ ഫ്രോഡാണ്, അതുകൊണ്ട് അവനെ വീട്ടിലോട്ട് അടുപ്പിക്കാൻ പറ്റൂല, അവനെ കാണുമ്പോൾ പെണ്ണുങ്ങളോട് പെട്ടെന്ന് കയറി അകത്ത് പോകും, അവൻ കുഴപ്പക്കാരനാണെന്ന് ആൾക്കാർ പറഞ്ഞു കേട്ടു. ഒരു കുഴപ്പമില്ലാത്തവരാണ്. പള്ളിയിൽ ഇമാമാണെങ്കിലും ശരി, ഔലിയാണെങ്കിലും ശരി, ഏത് അല്ലാമാണെങ്കിലും ശരി, അള്ളാഹു വെച്ചിരിക്കുന്ന ഹിജാബ് എല്ലാവർക്കും ഒരേപോലെ ബാധകമാണ്. സ്വഭാവം വരച്ചു നോക്കിയിട്ടല്ല അവിടെ നിയമം അള്ളാഹു തആല പാസാക്കുന്നത്. അള്ളാഹു കാക്കുമാറാകട്ടെ. ഈ കണ്ട പല നാടുകളിലും പല സ്ഥലങ്ങളിലുമൊക്കെ ഇങ്ങനെ മനുഷ്യരുടെ ബുദ്ധിമുട്ട് മാറ്റിക്കൊടുക്കാൻ ആൾക്കാരിരിപ്പുണ്ട്. പലപ്പോഴും ആണുങ്ങളായിരിക്കും. ഒരു മടിയുമില്ലാതെ അവിടെ ക്യൂ ആയിട്ട് നിൽക്കുന്നത് പെണ്ണുങ്ങളാണ്. 1 മണിക്കൂർ, 2 മണിക്കൂർ, 2.5 മണിക്കൂറൊക്കെ അടച്ചിട്ട മുറിയിലിരുന്ന് മന്ത്രവാദമാണ്, ചികിത്സയാണ്. ഇരിക്കുന്നത് ഷെയ്ഖ, മുട്ട് വരെ, പൊക്കിള് വരെ, താടിയുണ്ട്, തൊപ്പിയുണ്ട്, നീളമുള്ള 2-3 ജുബ്ബുണ്ട്. ഇതൊക്കെ അള്ളാഹു തആല നിയമം വെച്ചിരിക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ. എല്ലാവർക്കും അള്ളാഹു കാണാൻ വിശുദ്ധമാക്കിയവരാണോ അവരോട് കാണാൻ പാടില്ല. അത്യാവശ്യ സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് സംസാരിക്കേണ്ട സന്ദർഭം വന്നാൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നിങ്ങൾ കൊഞ്ചിക്കുഴഞ്ഞ്, അതായത് മൃദുലമായി സംസാരിക്കാൻ പാടില്ല. അങ്ങനെ തന്നെ അള്ളാഹു പറയുന്നത്. നമ്മളെ സൃഷ്ടിച്ച റബ്ബ്, നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങൾ സൃഷ്ടിച്ചു തന്ന റബ്ബ്, നമ്മുടെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒക്കെ അറിയാവുന്ന റബ്ബാണ് നമ്മളോട് പറയുന്നത്. ഒരു സാധനം, ഒരു മിക്സി നിർമ്മിച്ച കമ്പനി, ആ കമ്പനി പറയും, അത് മാനുഫാക്ചർ ചെയ്ത കമ്പനി പറയും ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എത്ര ലോഡ് ഇതിനകത്ത് കൊള്ളും. ഒരു വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ ഇതിനകത്ത് എത്ര ലോഡ് കൊള്ളും, എത്രയാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് അതനുസരിച്ച് ചെയ്തില്ല എങ്കിൽ അതിന്റെ കൂട്ടത്തിൽ ഒരു കാറ്റലോഗ് തരും, നിങ്ങളിത് സൂക്ഷിക്കണമേ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളെ വീണ്ടും വിളിക്കണേ, ഫ്രീ ആണ്. ഇതെല്ലാം എന്തിനാ? ഇത് ഒരു കാരണവശാലും നിങ്ങൾക്ക് ഉപദ്രവമാകാൻ പാടില്ല. ഇതിന്റെ ഉപയോഗം നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പാടില്ല. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടണം. അതിനാണ് ഞങ്ങൾ ഇതൊക്കെ വീണ്ടും വീണ്ടും പറയുന്നത്. ഇനി നിങ്ങൾക്ക് സംശയമുണ്ട്, ഞങ്ങളെ വീണ്ടും വിളിക്കും. നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, ഞങ്ങൾ അങ്ങോട്ട് ആളെ വിടാം. അവർ വരും, വന്നിട്ട് അതെല്ലാം പരിഹരിക്കും. എന്നിട്ട് പറയുക ഇത് കാരണമാണ്, നിങ്ങൾ ഇത് സൂക്ഷിക്കണമേ. ഇത് 5 കിലോ എന്ന് നിങ്ങളോട് പറയും, പക്ഷെ നിങ്ങൾ 5 കിലോ ഉപയോഗിക്കരുത്, 4-നകത്ത് നിർത്തണം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ സൃഷ്ടിച്ച് നമ്മളുടെ സാഹചര്യങ്ങളെല്ലാം അറിയാവുന്ന നമ്മളുടെ രക്ഷിതാവായ അള്ളാഹുവാണ് പറയുന്നത്. അതുകൊണ്ട് ആ മറ സൂക്ഷിക്കാത്തതിന്റെ പേര് പലപ്പോഴും പല കുഴപ്പവും ഉണ്ടാകും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ചെറിയൊരു ഉദാഹരണം പറയാം. ഒരു സഹോദരൻ ഒരു കട നടത്തുകയാണ്. ആ കടയിലേക്ക് ഒരു സ്റ്റാഫിന്റെ ആവശ്യമുണ്ട്. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റൂല. ഞാൻ ആഹാരം കഴിക്കാൻ പോകുമ്പോൾ കടയിലേക്ക് ആവശ്യമായ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ ഒരാളും കൂടി വേണം. ഒരാളെ അന്വേഷിച്ചു. അപ്പൊ കൂട്ടുകാരൻ പറയുന്നത് ഇന്നടത്തൊരു മിടുക്കനാണ്, സത്യസന്ധന, 5 വഖത്തും പള്ളി വന്ന് നമസ്കരിക്കുന്നവനാണ്, ക്വാളിറ്റി ഉള്ള ആളെയാണ് തിരഞ്ഞെടുത്തത്. അവൻ കടയിലേക്ക് വന്നു. എല്ലാ ഉത്തരവാദിത്വവും അവനെയും കൂടി ഏൽപ്പിച്ചു. വന്നപ്പോൾ അവൻ നല്ല പയ്യനാണ്. മഹാരാജ ഷാ വലിയുല്ലാഹി ദഹ്ലവിയുടെ ഒരു വാക്കുണ്ട്, ഒരു നല്ല പയ്യനെ നീ മോശക്കാരനാക്കി മാറ്റി. എന്താ കാരണം? അവൻ വന്നപ്പോൾ നല്ല പയ്യനായിരുന്നു. അവനിക്കെല്ലാം സ്വാതന്ത്ര്യം നൽകി. അവനിങ്ങനെ സ്വാതന്ത്ര്യത്തോടു കൂടി അവിടെ നിൽക്കുകയാണ്. ഞാൻ പോകുമ്പോൾ മേശ ഉപയോഗിക്കുന്നത് അവനാണ്. പൈസ വരും, പോകും, അതെടുക്കും, ഇതെടുക്കും, കണക്കൊന്നും ചോദിക്കൂല. കാരണം അവൻ വിശ്വസ്തന. 1 രൂപയുടെ തിരിമറി പോലും നടത്തുകയുമില്ല. വിശ്വസ്തനായിരുന്നു. പക്ഷെ അല്പാൽപമായി ശൈത്താൻ അവിടെ ഇറങ്ങാൻ തുടങ്ങും.
ഒരു കണക്കും അദ്ദേഹം നോക്കുന്നില്ല. ഇങ്ങനെ പൈസ ഇങ്ങനെ മേശയിൽ വന്ന് വീഴുകയാണ്. 500 എടുത്താൽ ആരും അറിയൂല. 500 ആകും, 1000 ആകും, 1500 ആകും, 2000 ആകും, 3000 ആകും. അത് അമിതമാകുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഉടമസ്ഥന് സംശയമായി തുടങ്ങി. ഇത്രയും വ്യത്യാസം വരാൻ വഴിയെന്താ? അപ്പോൾ അവനെ പിടിച്ചു. അങ്ങനെ അന്വേഷിക്കാൻ വേണ്ടി അവൻ അറിയാതെ ഒരു മൊബൈൽ അതിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഒരു ക്യാമറ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ കണക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ അടയാളം വെച്ചു. അങ്ങനെ മനസ്സിലായി. പോകാൻ നേരത്തെ അവൻ അറിയാത്ത രീതിയിൽ പൈസ എത്രയുള്ളതെന്ന് നോക്കിയിട്ട് പോയി. തിരിച്ചു വന്നപ്പോഴേക്കും സാധനം കുറച്ച് പോയിട്ടുണ്ട്. പൈസ നോക്കിയപ്പോൾ പൈസയ്ക്ക് വലിയ മാറ്റമൊന്നുമില്ല. എന്തെങ്കിലും കാരണങ്ങളിലൂടെ ബുദ്ധിമാനായ ആ മനുഷ്യൻ മനസ്സിലാക്കി. ഒത്തു ചോദിച്ചപ്പോൾ അവൻ പിടിക്കപ്പെട്ടു. അവനെ പറഞ്ഞു വിട്ടു. എല്ലാവരോടും പറയും അവൻ മോശക്കാരനാണ്, കുഴപ്പക്കാരനാ. കൂട്ടുകാരൻ ചോദിക്കുമ്പോൾ അവൻ നല്ല പയ്യനായിരുന്നല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവർ, അവനെ കള്ളനാക്കിയതാരാണ്? ഒരു നല്ല മാന്യനായ ചെറുപ്പക്കാരൻ, വിശ്വസ്തനായ ചെറുപ്പക്കാരൻ, നമസ്കാരം ഉണ്ടായിരുന്ന ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരന് അവന്റെ ഭാഗത്ത് തെറ്റില്ല എന്നല്ല, തീർച്ചയായിട്ടും തെറ്റുകാരൻ തന്നെയാണ്. പക്ഷേ അവന്റെ തെറ്റിന്റെ സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയതാരാ? അവനെ തെറ്റുകാരനാക്കിയതാരാ? അതിന് ഓരോന്നിനും അതിൻ്റെതായ ഉസൂലുകളുണ്ട്. ഓരോന്നിനും അതിൻ്റെതായ ഓരോരുത്തരെ നിർത്തേണ്ട സ്ഥലമുണ്ട്. അതിനപ്പുറത്തേക്ക് പോകാൻ അള്ളാഹു സമ്മതിക്കൂല. അള്ളാഹു അതിന് ഖുർആനിൽ പറയുന്ന ഹുദൂദുല്ലാഹ്, അള്ളാഹുവിന്റെ അതിർവരമ്പുകളുണ്ട്. അള്ളാഹു തആല കാണൽ മഹറമായ ആൾക്കാരുമായിട്ട് ഒരു തരത്തിലും സഹകരിക്കാൻ അള്ളാഹു അനുവാദം നൽകുന്നില്ല. അങ്ങനെ നിങ്ങൾ സഹകരിക്കാൻ അനുവാദം കൊടുത്തതിന്റെ ദുരന്തമാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത്. അതിന്റെ പേരിലാണ് നിങ്ങൾ സങ്കടപ്പെടുന്നത്. ഉദാഹരണം പറയാനാണെങ്കിൽ ഓരോ മേഖലയുമായി ബന്ധപ്പെട്ട ഉദാഹരണം പറയാൻ കഴിയും. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനും ഹദീസും വെച്ചിട്ട് പറയുന്നത് സ്ത്രീകൾ പ്രായപൂർത്തിയാകേണ്ട ആവശ്യമില്ല. കുഞ്ഞുമക്കൾ ഇദസ്തഹ, അതായത് ഫിഖ്ഹുമായി ബന്ധപ്പെട്ട് പറയുന്ന പ്രധാനപ്പെട്ട മസ്അല, അവർ ഏകദേശം തമീസിന്റെ പ്രായമാകുമ്പോഴേക്കും, ശരീരമെല്ലാം വളർന്നു തുടങ്ങുമ്പോഴേക്കും, 8 വയസ്സ് 9 വയസ്സാകുമ്പോഴേക്കും നിങ്ങൾ പരിപൂർണമായിട്ടും അവരെ സൂക്ഷിക്കേണ്ട സാഹചര്യത്തിൽ എത്തണമേ മാതാപിതാക്കൾ. ഇവിടെ 10,000 പ്രശ്നമില്ല, 15,000 പ്രശ്നമില്ല, 18,000 പ്രശ്നമില്ല, കല്യാണം കഴിച്ചാലും പ്രശ്നമില്ല, കഴിച്ചില്ലേലും പ്രശ്നമില്ല. അവൻ വിശ്വസ്തനാ, ഇവൻ വിശ്വസ്തനാ, എൻ്റെ മോളോ അവള് വിശ്വസ്തതയാ. ഇവിടെ വിശ്വസ്തതയ്ക്കൊന്നും ഒരു പ്രസക്തിയുമില്ല. ഇസ്ലാം പറയുന്ന നിയമമുണ്ട്. ആ നിയമം നമ്മൾ പാലിച്ചേ പറ്റുകയുള്ളൂ. സക്കരിയ നബിയാണ്, അള്ളാഹുവിന്റെ നബിയാണ്, ഉമ്മയുടെ സഹോദരിയുടെ ഭർത്താവാണ്. അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം അള്ളാഹു പറഞ്ഞ വാക്കതാ, അള്ളാഹു പറഞ്ഞതാണ് കഫാലത്ത്. മറിയം അലൈഹിസ്സലാമയുടെ കഫാലത്ത് അള്ളാഹു തആല സക്കരിയ നബി അലൈഹിസ്സലാമിനാ കൊടുത്തത്. അവരെല്ലാവരും പറയും ഞങ്ങൾ നോക്കാം, നിങ്ങൾക്ക് ഇമാമത്തിന്റെ ഉത്തരവാദിത്തമില്ല, അതുകൊണ്ട് നിങ്ങൾ ഒഴിവാക്കി, ഞങ്ങൾ നോക്കാം. അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം സക്കരിയ. എന്നിട്ടും മറിയം അലൈഹിസ്സലാം പ്രായമായപ്പോഴേക്കും, ശരീരത്തിന് വളർച്ച വന്നപ്പോഴേക്കും അല്പാൽപമേ അവരിൽ നിന്നും അകന്നു നിൽക്കാൻ തുടങ്ങി. അള്ളാഹു വെച്ചിരിക്കുന്ന ഹിജാബ് അവരിൽ ഈ സക്കരിയ നബി അലൈഹിസ്സലാമും പെട്ടു, ആ പള്ളിയിലുണ്ടായിരുന്ന ബാക്കിയുള്ള ഇമാമികളും പെട്ടു. പള്ളിയുമായി സദാ സഹകരിച്ച് മറിയം അലൈഹിസ്സലാമയുടെ അടുക്കൽ വന്ന് സംസാരിക്കുകയും മറിയം അലൈഹിസ്സലാമയ്ക്ക് ഭക്ഷണം കൊടുക്കുകയും മറിയം അലൈഹിസ്സലാമയുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്ന, പള്ളിയുമായി സ്ഥിരമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന പള്ളി പരിപാലകരും പള്ളിയുമായി സ്ഥിരമായിട്ട് നമസ്കരിക്കാൻ വരുന്നതായ, പള്ളിയുമായി ഹൃദയം ബന്ധിപ്പിച്ചതായ ഒരുപാട് ആൾക്കാരുണ്ട്. അവരെല്ലാവരുമാണ് അല്ലാഹു തആല മിൻ ദൂനിഹിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മിൻ ദൂനിഹിം ഹിജാബ. മറിയം അലൈഹിസ്സലാം മാറാൻ തുടങ്ങി, അല്പാൽപമായി മാറി. എന്നിട്ട് ആ സ്ഥലത്ത്, പള്ളിയിൽ നിന്നും മാറിയുള്ള സ്ഥലത്ത് നിൽക്കുമ്പോൾ അള്ളാഹുവിന്റെ അചഞ്ചലീയമായ തീരുമാനം നടപ്പാക്കാൻ പോവുക. ഭൂമിയിലെ 2ാമത്തെ അത്ഭുതം, മനുഷ്യന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട ആദ്യത്തെ അത്ഭുതം അള്ളാഹു തആല ആദം നബി അലൈഹിസ്സലാമിന്റെ സൃഷ്ടിപ്പ് അലൈഹിസ്സലാം. 2ാമത് അള്ളാഹു തആല മറിയം അലൈഹിസ്സലാമയുമായി ബന്ധപ്പെട്ട് ഫത്തഖദത് മിൻ ദൂനിഹിം ഹിജാബ ഫഅർസൽനാ ഇലൈഹാ റൂഹനാ ഫതമസ്സല ലഹാ ബശറൻ സവിയ്യ. പള്ളിയുടെ അടുത്തുള്ള മുറിയല്ല, ഇപ്പൊ താമസിക്കാൻ വേണ്ടി മാറ്റിയതായ ആ മറയുള്ള ആ സ്ഥലത്ത്, ആ മുറി പോലുള്ള സ്ഥലത്ത് നിൽക്കുമ്പോൾ ആ മറിയം അലൈഹിസ്സലാമയുടെ അടുക്കലേക്ക് നാം നമ്മളുടെ റൂഹിനെ അയച്ചു. അള്ളാഹു പറയുന്ന വാക്കതാ ഫഅർസൽനാ ഇലൈഹാ റൂഹനാ. പല സ്ഥലങ്ങളിലും അങ്ങനെ പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈസാ നബി അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട ഏകത്വം, ത്രിത്വത്തിന്റെ ഏകത്വം. ആ വാക്ക് തന്നെ അസംഭവ്യമാണ്, മുഹാലാണ്. നമ്മളൊക്കെ പറയത്തില്ലേ 3 in 1 എന്ന് പറയത്തില്ലേ, അതുപോലെ ഇതിന്റെ ഉപയോഗം 3 ഉപയോഗമുണ്ട് എന്ന് പറയുന്നത് പോലെ സൃഷ്ടാവിനെ അവർ 3 in 1 ആക്കി. ഒന്നാണ്, പക്ഷെ 3 അത് വിശദീകരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തുള്ള മുഴുവൻ ആൾക്കാരും അള്ളാഹുവിന്റെ റൂഹിന്റെ അംശമാണ്. ജീവൻ അള്ളാഹു തആല സപ്ലൈ ചെയ്യുന്ന തുടക്കം അവിടെ അള്ളാഹു തആല റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം
ഒരുപാട് സ്ഥലങ്ങളിൽ വേറെയും പറഞ്ഞിട്ടുണ്ട്. ഈ റൂഹ് കൊണ്ട് അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും ജിബ്രീൽ അലൈഹിസ്സലാം. രണ്ടാമത് ആ ജീവനുമായിട്ട് അല്ലാഹു തആല നമ്മുടെ ജീവൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുവാണ് ജീവൻ കൊടുത്തുവിടുന്നത്. ഒരുപാട് വിശദീകരണമുള്ളത്. ജീവന്റെ കണികയുടെ തുടക്കം അല്ലാഹുവിൽ നിന്നുമാണ് അല്ലാഹു തആല നൽകുന്നത്. മനുഷ്യരുടെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പറഞ്ഞത് ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, എന്റെ പ്രതിനിധികളെ ഞാൻ ഭൂമിയിലേക്ക് സൃഷ്ടിക്കുന്നു എന്നാണ്. അപ്പൊ അള്ളാഹുവിന്റെ മനുഷ്യരെ പ്രതിനിധികളാക്കുന്നത് ഏതെങ്കിലുമൊക്കെ കാര്യത്തിൽ അവർ പ്രതിനിധികളായിട്ട് മനുഷ്യരെ ആക്കും. അതേ സ്ഥാനമുള്ള, അതേ കഴിവുള്ള, അതേ യോഗ്യതയുള്ള ആൾ, അല്ലെങ്കിൽ ഒരല്പം അതിനേക്കാൾ കുറവ്, ഒരല്പം അതിനേക്കാൾ കൂടുതൽ. അള്ളാഹുവിന്റെ ഖലീഫമാരാണ് മനുഷ്യരായ നമ്മൾ. അള്ളാഹു ഖുർആനിൽ പറഞ്ഞ അങ്ങനെ. അപ്പൊ നമ്മളിനകത്ത് അള്ളാഹുവിന്റെ അംശമുണ്ട് എന്ന് പറയുന്നതിനകത്ത് എന്താ അർത്ഥം? എന്താണെങ്കിലും റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല മറിയം അലൈഹിസ്സലാമയുടെ അടുക്കലേക്ക് വിട്ടു. വിടുന്നത് എങ്ങനെയാണ്? റൂഹുമായിട്ടാണ്. അതുകൊണ്ട് അവർ പറയും ഒന്ന് മറിയം കന്യകയാണ്, അങ്ങനെ തന്നെയാണ്. രണ്ടാമത്തത് കന്യക എന്നതിന് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ അറബിയിലൊരു വാക്കുണ്ട്, ബിക്ർ. വിവാഹം കഴിക്കപ്പെട്ട ഒരു സയ്യിബ്. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാത്ത കാലഘട്ടത്തോളം ആ ബിക്ർ എന്ന വാക്ക് നഷ്ടപ്പെടില്ല. അതല്ല വല്ലാതെ വിശദീകരണമുണ്ട്. ശാരീരിക ബന്ധം എന്ന് വെച്ചാൽ പൂർണ്ണ അർത്ഥത്തിൽ സ്ത്രീയുടെ മുൻദ്വാരത്തിനകത്ത് പ്രവേശിക്കുമ്പോഴാണ് ഈ ബിക്രിയത്ത് നഷ്ടപ്പെടുന്നത്. അങ്ങനെ സംഭവിക്കാത്ത കാലഘട്ടത്തോളം അവർ ബിക്ർ തന്നെയാണ്. വിവാഹം കഴിച്ചു, പക്ഷെ അതൊന്നും സംഭവം നടന്നില്ലെങ്കിൽ അവർ ബിക്ർ തന്നെയാണ്. പക്ഷെ വിവാഹം കഴിച്ചതിന്റെ പേരിൽ ഈ സയ്യിബ് എന്ന് പറയുന്നതിന്റെയും ബിക്ർ എന്ന് പറയുന്നതിന്റെയും മധ്യത്തിൽ നിൽക്കും. എല്ലാം ഖുർആനിന്റെ ഓരോ വാക്കുകളും വിശാലമായ വിശദീകരണമാണ് നമ്മുടെ മുമ്പിൽ. മറിയം അലൈഹിസ്സലാം ആ അർത്ഥത്തിൽ പ്രസവിച്ചെങ്കിലും അവർ കന്യക തന്നെയാണ്. അത് ശരി, സമ്മതിക്കും. പക്ഷെ അവർ പറയും മറിയം. അത് ആദ്യം മുതലേ പ്രത്യേകതയുണ്ട്. അല്ലാഹു തആല പള്ളിയിൽ കൊണ്ട് താമസിപ്പിച്ചു. ഇതേപോലെ തന്നെ ഫലസ്തീനുമായി ബന്ധപ്പെട്ട് മസ്ജിദുൽ അഖ്സയുമായി ബന്ധപ്പെട്ട് വിശദീകരണങ്ങൾ നൽകപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൻജീലിൽ ഈസാ നബി അലൈഹിസ്സലാമിന് അവതരിപ്പിച്ചു കൊടുത്തതിൽ ഇതുപോലെ തന്നെ ചരിത്രങ്ങൾ വിശദീകരിക്കുന്നതെല്ലാം മാറ്റപ്പെട്ടു. ഇന്നത്തെ അവരുടെ കള്ളവാദങ്ങൾ സ്ഥിരപ്പെടുത്തുന്നതിന് ആവശ്യമായതെല്ലാം എഴുതി ചേർത്തു. എന്താണെങ്കിലും അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിന് മറിയം അലൈഹിസ്സലാം ഈ താമസിക്കുന്ന രണ്ടാമത്തെ സ്ഥലത്തേക്ക് വിട്ടു. മറിയം അലൈഹിസ്സലാം അവിടെ നിൽക്കുമ്പോഴേക്കും വരിക അല്ലാഹു തആല ഫതവസ്സല ലഹാ ബശറൻ സവിയ്യ, നല്ല സുന്ദരനായ ഒരു ചെറുപ്പക്കാരന്റെ രൂപത്തിൽ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്ന് മറിയം അലൈഹിസ്സലാമയുടെ അടുക്കലേക്ക് വരുന്നു. അപ്പൊ മറിയം അലൈഹിസ്സലാം പറയുന്ന ഒരു വാക്കുണ്ട്, ഫത്തഖദത് മിൻ ദൂനിഹിം ഹിജാബൻ ഫഅർസൽനാ ഇലൈഹാ റൂഹനാ ഫതമസ്സല ലഹാ ബശറൻ സവിയ്യ ഖാലത്. അപ്പൊ ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ അടുത്തോട്ട് വരുന്നത് കാണുമ്പോൾ നല്ല സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ അടുത്തേക്ക് വരുന്നത് എന്നെ ലക്ഷ്യം വെച്ച് വരികയാണെന്ന് മനസ്സിലായപ്പോൾ മറിയം അലൈഹിസ്സലാം പറഞ്ഞു, ഖാലത് ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയ. ഞാൻ അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കുന്നു. ഇന്നി അഊദു ബിർറഹ്മാൻ, കരുണയുള്ള റബ്ബിനോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. അല്ലാഹുവേ, നിന്റെ കരുണ എന്നിൽ നിന്നും നീ മാറ്റണ്ടേ അല്ലാഹ്. നിന്റെ കരുണയുടെ പേരിലാണ് നീ എന്നെ പരിശുദ്ധയായിട്ട് വളർത്തുന്നത്. എന്റെ പരിശുദ്ധി നഷ്ടപ്പെടുത്താൻ ആദ്യം അല്ലാഹുവിനോടാണ് ചോദിക്കുന്നത്. നോക്കി, രണ്ട് വാക്കാണ് ഈ ആയത്തിലുള്ളത്, രണ്ട് വിഷയമാണ് ഈ ആയത്തിലുള്ളത്. ഒന്ന്, അതിന്റെ ആദ്യത്തെ ഭാഗം, ഫസ്റ്റ് പാർട്ട് അല്ലാഹുവിനോടാണ്. ഉപദ്രവിക്കാൻ ഒരാൾ മുമ്പിൽ വരികയാണ്. ആ മുമ്പിൽ വന്ന ആളോടൊന്നും പറയുന്നില്ല. ഇന്നി അഊദു ബിർറഹ്മാൻ, ഞാൻ അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കുന്നു. മറഞ്ഞിരിക്കുന്ന ഒരു അപകടത്തെ തൊട്ടല്ല, വരാനിരിക്കുന്ന ഒരു അപകടത്തെ തൊട്ടല്ല, നേർക്ക് നേരെ തൊട്ടു മുമ്പിൽ ഇതാ നിൽക്കുകയാണ്. മറിയം അലൈഹിസ്സലാമയെ കടന്നു പിടിക്കാൻ പോകുകയാണ് എന്ന് തോന്നിപ്പോയി. കാരണം ആരും എന്റെ അടുക്കൽ വരൂല, എന്റെ പരിശുദ്ധിയോടെ കാണുന്നത്. ആരും എന്നെ കാണാതിരിക്കാൻ, ഞാനുമായിട്ട് സഹകരിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ഹിജാബ് അല്ലാഹു നിഷിദ്ധമാക്കിയ ഒരു ബന്ധത്തിലേക്കും ഞാൻ പോകുകയില്ല എന്ന് ഈ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാർക്കും അറിയാം. അതുകൊണ്ടാണ് ഞാൻ മാറി താമസിക്കുന്നത്. ആ മറ ഭേദിച്ചുകൊണ്ട് എന്റെ അടുക്കലേക്ക് വരുന്ന ആൾ അദ്ദേഹത്തിനോട് ഒന്നും പറഞ്ഞില്ല. മറിയം അലൈഹിസ്സലാം പറയുന്നത് അല്ലാഹുവിനോട് പറയുകയാണ്. ഇതിനകത്തെല്ലാം നമുക്ക് ഒരുപാട് ഗുണപാഠങ്ങളാണ്. എന്തു വന്നാലും വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു ഹൈവേയുടെ പണിയൊക്കെയാണ് മിക്ക ആൾക്കാർക്കും പണി കിട്ടുകയാണ്. ടയറിനകത്തൊരു കമ്പി കൊണ്ട് പൊട്ടി, പെട്ടെന്ന് നമ്മൾ അല്ലാഹു ആദ്യം നമ്മുടെ വാക്കതാ അല്ലാഹു, എന്നിട്ട് നമ്മൾ ടയറിലേക്ക് നോക്കുന്നത്. ഒരു ചെരുപ്പ് പൊട്ടി, കാലിനകത്ത് ചെറിയൊരു മുള്ളു, എന്ത് വന്നാലും നമ്മൾ ആദ്യത്തെ വാക്ക് അല്ലാഹ് എന്നാകണം. അല്ലാഹു നമ്മളെ അങ്ങനെ ആക്കുമാറാകട്ടെ. അല്ലാഹു ഉദ്ദേശിക്കുന്ന ഇതാണ്. അല്ലാഹുവിന്റെ അടിമയുടെ നാവ് എപ്പോഴും ദിക്ർ അല്ലാഹ്. കറി വെച്ച് ഒരല്പം ഉപ്പ് കൂടി അല്ലാഹുവേ, സ്പൂണ് തറയിൽ വീണു അല്ലാഹുവേ. ആഹാരം നന്നായി അല്ലാഹുവേ, നിന്റെ അനുഗ്രഹം.
അല്പം മോശമായപ്പോൾ അള്ളാഹുവെ മോശം എന്തും നമ്മൾ പറഞ്ഞു നമ്മുടെ മക്കളും അത് കാണണം, അത് കേൾക്കണം. നമ്മുടെ മക്കളും അതുപോലെ പറഞ്ഞു വളരണം. എന്തു വന്നാലും ഏത് വിഷയം വന്നാലും ആദ്യം അള്ളാഹു എന്ന് വിളിക്കുന്ന സ്വഭാവം നമുക്കുണ്ടാകണം. അപ്പൊ തന്നെ ഈ നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കെല്ലാം ആ ഗുണമുണ്ടാകും. ഈ അള്ളാഹു അല്ലാത്തവരിലേക്ക് പോകലും വരലും എല്ലാം ഒരു പരിധിവരെ അപ്പം തന്നെ നിൽക്കും. എന്ത് വന്നാലും അള്ളാഹു, കാരണം ഇത് കാണുന്നവർ റബ്ബ് മാത്രമേ ഉള്ളൂ. ഇത് പരിഹരിക്കാനും അള്ളാഹിനെ കൊണ്ടേ പറ്റുകയുള്ളൂ. ഈ വന്ന മനുഷ്യനെ പിടിച്ചു നിർത്താൻ അള്ളാഹുവിനെ കൊണ്ടേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനപരമായ ആദ്യത്തെ വിഷയം, അസുഖം വന്നു, അള്ളാഹു നീ മാറ്റി തരണേ അള്ളാഹ്, എന്നിട്ട് വീട്ടിൽ പോയി ഇരിക്കാൻ പറ്റൂല. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അള്ളാഹു എന്റെ കാര്യങ്ങളെല്ലാം നടത്തി തരുമെന്ന് പറഞ്ഞ് വീട്ടിനകത്ത് കയറി നിന്നാൽ പച്ച മടല് വെട്ടി പുറത്തടിക്കണമെന്നാണ് പറയാൻ മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് ആൾക്കാർ അങ്ങനെ ധരിച്ചിരിക്കുകയാണ്. തവക്കുൽ എന്ന് പറഞ്ഞാൽ എല്ലാം അള്ളാഹുവിനെ വരവേൽപ്പിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ മടിയന്മാരാകണമെന്നല്ല, നമ്മൾ കഠിനാധ്വാനം ചെയ്യണം. ഈ കഠിനാധ്വാനം ചെയ്താലും ഇത് നൽകുന്നതാരാ? അള്ളാഹുവാ. ഒരു രോഗം വന്നു, ആ രോഗം നൽകിയത് അള്ളാഹുവാ. ഈ രോഗം എങ്ങനെ മാറുന്നത്? അള്ളാഹുവാ മാറ്റുന്നത്. അള്ളാഹു നമ്മളോട് പറഞ്ഞു മരുന്ന് കഴിക്കാൻ, അതുകൊണ്ട് നമ്മൾ മരുന്ന് കഴിക്കും. മൂസാ നബി അലൈഹി സ്വലാമിന് അസഹനീയമായ വയറുവേദന വന്നു. മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹു വല്ലാത്ത വേദന റബ്ബേ. അള്ളാഹു തആല മൂസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, തൂര് സീന പർവ്വതത്തിന്റെ താഴ്വരയിൽ പ്രത്യേകതരം ഒരു ഇലയുള്ള ഒരു ഔഷധ ചെടിയുണ്ട്, അവിടെ പോയിട്ട് അതിന്റെ ഇല പറിച്ചിട്ട് അത് പിഴിഞ്ഞിട്ട് അത് ഞെരടിയിട്ട് അതിന്റെ നീര് കുടിക്കാൻ പറഞ്ഞു. മൂസാ നബി അലൈഹി സ്വലാം അങ്ങോട്ട് വെച്ച് പിടിച്ചോടി അവിടെ പോയി ആ ഇല പിഴിഞ്ഞു, അതിന്റെ നീര് കുടിച്ചു. അള്ളാഹു വേദന മാറ്റി. കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും മൂസാ നബി അലൈഹി സ്വലാമിന് വയറുവേദന വന്നു. മൂസാ നബി അലൈഹി സ്വലാം നേരെ ഓടി അങ്ങോട്ട് പോയി ആ ഇല പറിച്ചു, അതിന്റെ ഇല പിഴിഞ്ഞു കുടിച്ചു. വീണ്ടും അല്പം കൂടി വേദന കൂടി. മരുന്നിന്റെ ഡോസ് കറക്റ്റ് ആയില്ലെന്ന് മനസ്സിലായി, കുറച്ചും കൂടി കുടിക്കും. മൂസാ നബി അലൈഹി സ്വലാമിന് നേരെ നിൽക്കാൻ പറ്റാത്തത്ര രീതിയിൽ വയറുവേദന കൊണ്ട് സഹിക്കാൻ വയ്യാതെ പൊളയുന്നത് നമ്മൾ പറയത്തില്ലേ, തറയിൽ കിടന്ന് പുഴു പൊളയുന്നത് പോലെ പൊളയാൻ തുടങ്ങി. ആത്മാർത്ഥമായ റബ്ബിനോട് പൊട്ടിക്കരഞ്ഞു, അള്ളാഹുവേ, തെറ്റു മനസ്സിലായ അള്ളാഹുവേ, എന്റെ വയറുവേദന നീ മാറ്റി തരണേ അള്ളാഹ്. അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിടയിൽ പല രോഗങ്ങൾ വരാറുണ്ട്. ആദ്യം പകർച്ചവ്യാധി, എന്റെ ഓർമ്മയിൽ വരുന്നത് ചിക്കൻ ഗുനിയുമായി ബന്ധപ്പെട്ട അസുഖം വന്നു. അള്ളാഹു തആല എല്ലാ രോഗങ്ങളെ കൊണ്ട് നമ്മളെ കാക്കുമാറാകട്ടെ. ഇതുവരെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും വന്നിട്ടില്ലാത്ത നല്ല ആരോഗ്യമുള്ള 5-6 ആൾക്കാർ ഒന്നിച്ച് ചികിത്സയ്ക്ക് പോയി എന്ന് സങ്കല്പിക്കുക. അല്ലെങ്കിൽ നമ്മൾ കണ്ടത് സങ്കല്പമല്ല. അവിടുന്ന് മരുന്ന് നൽകി 2-3 പേരുടെ അസുഖം മാറി. കൂട്ടത്തിൽ വന്ന 1-2 പേര് 2-3 ദിവസങ്ങൾക്ക് ശേഷം മരണപ്പെട്ടു. അള്ളാഹു ഷഹീദിന്റെ പ്രതിഫലം നൽകുമാറാകട്ടെ. ഒരേ അസുഖം, പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ലാത്ത ആൾക്കാർ, നല്ല ആരോഗ്യമുള്ള ആൾക്കാർ, ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതമൊന്നും വന്നിട്ടില്ലാത്ത ആൾക്കാർ, ഒരേ പ്രായമുള്ള ആൾക്കാർ, ഒരേ ഏകദേശം ആരോഗ്യമുള്ള ആൾക്കാർ, ഒരാൾക്ക് മരുന്ന് പ്രയോജനപ്പെട്ടു, ഒരാൾക്ക് മരുന്ന് പ്രയോജനപ്പെട്ടില്ല. ഈ മരുന്നിനകത്ത് ശിഫ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ മരുന്ന് കഴിക്കുന്ന മുഴുവൻ ആൾക്കാരുടെ അസുഖം മാറണ്ടേ? ഈ മരുന്ന് കഴിച്ച് ഇപ്പൊ തന്നെ ഈ അടുത്ത സമയത്ത് വന്ന രോഗം, അള്ളാഹു എല്ലാ രോഗങ്ങൾക്കും കാക്കുമാറാകട്ടെ. നമ്മളോടൊപ്പം നമ്മുടെ മുമ്പിലിരിക്കേണ്ട എത്ര ആൾക്കാരെന്ന് പള്ളിയുടെ കബറടത്തിലാണ്. അള്ളാഹു മഗ്ഫിർ ലഹും വറഹംഹും. അള്ളാഹു നീ അവർക്ക് നീ പുറത്തു കൊടുക്കണേ അള്ളാഹ്. അള്ളാഹു നീ അവരെ ഷഹീദിന്റെ പ്രതിഫലം നീ നൽകണം. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, നമ്മുടെ അയൽവക്കത്ത് നിന്ന്, നമ്മളുമായി സഹകരിക്കുന്ന എത്ര ആൾക്കാർ, അതിനേക്കാളും ബുദ്ധിമുട്ടും പ്രയാസത്തിലുമുള്ള എത്ര ആൾക്കാർ ഇന്ന് നമ്മളോടൊപ്പം ജീവിക്കുന്നു. അപ്പൊ അവർക്ക് കൊടുത്ത അതേ മരുന്നും അതേ ചികിത്സയും നമുക്ക് കിട്ടിയ അതേ ചികിത്സയും അതേ മരുന്നും അവർക്കും കൊടുത്തു. പക്ഷെ അവർ മരണപ്പെട്ടു. അപ്പൊ അള്ളാഹുവിന്റെ തീരുമാനമാണ് എല്ലാത്തിനും. പക്ഷെ നമ്മളുടെ വിശ്വാസം അടിസ്ഥാനപരമായി തുടക്കത്തിലും മധ്യത്തിലും അവസാനത്തിലും എപ്പോഴും ഈ രോഗം നൽകിയത് റബ്ബാണ്, ഈ രോഗം മാറ്റുന്നതും റബ്ബാണ്. അള്ളാഹു നമ്മളോട് മരുന്ന് കഴിക്കാൻ പറഞ്ഞു, നമ്മൾ മരുന്ന് കഴിക്കും. പക്ഷെ നമ്മൾ തവക്കുൽ മരുന്നിലല്ല. അള്ളാഹു മരുന്ന് കഴിക്കാൻ പറഞ്ഞതുകൊണ്ട് നമ്മൾ മരുന്ന് കഴിക്കുന്നു. ഈ മരുന്ന് കാരണമായിട്ട് അസുഖം മാറ്റുന്നവനും റബ്ബാണ്, ഈ മരുന്ന് കാരണമായിട്ട് മരിപ്പിക്കുന്നവനും റബ്ബാണ്. ഇതാണ് നമ്മുടെ വിശ്വാസം. അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ സംഭവം ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ വിശദീകരിക്കുന്നത്. ആരാണ് നിന്റെ റബ്ബ് പരിഹസിച്ച് ചോദിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇങ്ങനെ വിശദീകരിച്ചു, എന്റെ റബ്ബ് ജീവിപ്പിക്കുന്നവനുമാണ് മരിപ്പിക്കുന്നവനുമാണ്. അതെന്നെ കൊണ്ട് പറ്റുമല്ലോ. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 2 പേരെ കൊണ്ടുവരാൻ പറഞ്ഞു. എല്ലായ്പ്പോഴും എല്ലാ സമയത്തും കുതന്ത്രവുമായി ബന്ധപ്പെട്ടവർക്ക് ന്യായങ്ങളുണ്ടാകും. ന്യായമില്ലാതെ ആരുമില്ല. 2 പേരെ കൊന്നുകൊണ്ടുവന്നു. ഒരാളെ കൊന്നു കളഞ്ഞു, ഒരാളെ വെറുതെ വിട്ടു. ഇതാ നിന്റെ റബ്ബ് ചെയ്ത പണി ഞാൻ ചെയ്തില്ലേ. ഒരാളെ ജീവിപ്പിച്ചു, ഒരാളെ മരിപ്പിച്ചു. അദ്ദേഹത്തിന് വെറുതെ വിട്ടു, നീ പൊക്കോളാൻ പറഞ്ഞു. ഇവനെ കൊന്നു കളഞ്ഞു. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, എന്റെ റബ്ബ് സൂര്യനെ ഉദിപ്പിക്കുന്ന ഉദയസ്ഥലത്ത് നിന്നും നീ ഒന്ന് അസ്തമിപ്പിക്കുകയും അസ്തമ സമയത്ത് നീ ഒന്ന് ഉദിപ്പിക്കും. അപ്പൊ ഉത്തരം മുട്ടിയപ്പോഴത്തേക്ക് ഉപദ്രവിക്കാൻ പിടിച്ചു കിട്ടുക. ആരവിടെ? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീരെ കിട്ടുന്നതിന് തൊട്ടു മുമ്പുള്ള സംഭവം വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. എല്ലാം പറഞ്ഞു. അവസാനം മറുപടി ഇല്ലാതെ വന്നപ്പോൾ പിടിച്ചു കെട്ടാൻ പറഞ്ഞു. നമ്മുടെ വിശ്വാസം വേണ്ട രീതിയിൽ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല.
അതുകൊണ്ട് പ്രിയപ്പെട്ട അള്ളാഹുവിൽ വരവേൽപ്പിക്കുക എന്ന് പറയാൻ ജോലിയൊന്നും ചെയ്യാതെ വീട്ടിൽ പോയിരിക്കാന്നല്ല. നബിതങ്ങൾ പറഞ്ഞു, ഒട്ടകത്തെ കെട്ടിയിട്ട് നിങ്ങൾ തവക്കുൽ ഏൽപ്പിക്കണം. ഒട്ടകത്തെ അഴിച്ചു വിട്ടിട്ടല്ല തവക്കുൽ. പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വരുന്ന ആൾക്കാർ അവർ ഒട്ടകപ്പുറത്ത് വരും, അല്ലെങ്കിൽ കുതിരപ്പുറത്ത് വരും, അതിനെ വിട്ടിട്ട് എന്റെ റബ്ബ് നോക്കിക്കൊള്ളുമെന്ന് പറഞ്ഞ് പോകാനല്ല. അതിനെ സുരക്ഷിതമായി വെക്കേണ്ട സ്ഥലത്ത് വെക്കുക. ആ സുരക്ഷിതമായി വെച്ചിട്ടല്ല, ആ സുരക്ഷിതമായി വെച്ചാലും ഇതൊന്നുമല്ല സുരക്ഷിത, എന്റെ റബ്ബാണ് അതിനെ സംരക്ഷിക്കുന്നത്. ഓരോ സാധനവും അതിനെ വെക്കേണ്ടതുപോലെ, സൂക്ഷിക്കേണ്ടതുപോലെ, നോക്കേണ്ടതുപോലെ നോക്കിയിട്ട് അള്ളാഹ് നമ്മൾ ചെയ്യാനുള്ള നമ്മൾ ചെയ്യുക. എന്നിട്ട് അള്ളാഹുലേക്ക് നമ്മൾ വരമേൽപ്പിക്കും. ഇതൊന്നുമല്ല, ഞാൻ ഈ ചെയ്തതൊന്നുമല്ല അടിസ്ഥാനം, അള്ളാഹു നീയാണ് അടിസ്ഥാനം. അതുകൊണ്ട് നീ പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ ഇത് ചെയ്യുന്നു, നീ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇത് ഞങ്ങൾ ചെയ്യൂല. ഉമർ റളിയല്ലാഹു തആല അൻഹു ഖലീഫയായിട്ടിരിക്കും, ആൾക്കാരെല്ലാം നോക്കി നിൽക്കുക. ഹജറുൽ അസ്വദിന്റെ അടുക്കൽ വന്ന് പറയും, നീ ഒരു കല്ല, നിനക്കൊരു മഹത്വമില്ല, നീ വെറും കല്ലാണ്. പക്ഷെ എന്റെ പ്രവാചകൻ നിന്നെ ചുംബിക്കാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ചുംബിക്കുകയാണ്. അതാണ് നമ്മളുടെ വിശ്വാസം. അള്ളാഹു പറഞ്ഞു, അത് ചെയ്യും. ഒരു മഹത്വവും പ്രത്യേകിച്ചില്ല. അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അള്ളാഹു പറഞ്ഞു നമ്മളോട് ചികിത്സിക്കാൻ, അള്ളാഹു പറഞ്ഞു നമ്മളോട് അങ്ങനെ ചെയ്യാൻ, അള്ളാഹു പറഞ്ഞു നമ്മളോട് ഇങ്ങനെ ചെയ്യാൻ, അങ്ങനെ ചെയ്യും. പക്ഷെ എല്ലാം അള്ളാഹുവാണ് നമുക്ക് ചെയ്തു തരുന്നത്. അള്ളാഹു നമ്മളെ എല്ലാ ബുദ്ധിമുട്ടുകളെ തൊട്ടും കാക്കുമാറാകട്ടെ. അതുകൊണ്ട് ആദ്യം മറിയം അലൈഹിസ്സലാം പറയുന്നത്, ഖാലത്ത് ഇന്നി അഊദു ബിർറഹ്മാനി മിൻക, നിന്നിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുന്നു. നിന്റെ ഉപദ്രവത്തെ തൊട്ട് അള്ളാഹു നീ കാക്കണേ അല്ലാഹ്. കാരണം എന്റെ മറഭേദിച്ചുകൊണ്ട് എന്റെ അടുക്കലേക്ക് വരുന്നത് തന്നെ ഒരു ദുരന്തമാണ്. അതുകൊണ്ട് തന്നെ ഇത് സുന്നത്താണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം യാദർച്ഛികമായ ഒരാണ് കയറി വന്നതിന് ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം തന്നെ പറയണം. അപ്പൊ നമുക്ക് കഴിവിന്റെ പരമാവധി സൂക്ഷ്മത വരും. അതൊക്കെ പറയുന്നതിനാൽ ഒരുപാട് പറയേണ്ടി വരും. അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ സൂക്ഷ്മത നൽകുമാറാകട്ടെ. രണ്ടാമത് പറഞ്ഞു, മിൻക ഇൻ കുന്ത തഖിയ, നിന്നിൽ നിന്നുമാണ് ഞാൻ കാവലിനെ ചോദിച്ചത് അല്ലാഹുവിനോട്. നീ സൂക്ഷ്മതയുള്ളവനാണ് എങ്കിൽ, നീ തഖ്വയുള്ളവനാണ് എങ്കിൽ, നീ അള്ളാഹുവിനെ ഭയപ്പെടുന്നവനാണ് എങ്കിൽ, അള്ളാഹുമായിട്ട് അവിടെ വന്ന് തഖിയൻ, നീ തഖ്വ മുത്തഖിയാണ് എങ്കിൽ നീ എന്നെ ഉപദ്രവിക്കരുത്, നീ എന്റെ അടുത്ത് നിന്ന് മാറിപ്പോകണം. മറിയം അലൈഹിസ്സലാം പറഞ്ഞു ഈ സന്ദർഭത്തിൽ, അള്ളാഹു തആല വിശദീകരിക്കുന്നുണ്ട് ആരാ മറിയം. ഈ വാക്ക് പറയാൻ മറിയമിന് ക്വാളിറ്റി ഉണ്ടോ? പലപ്പോഴും നമ്മൾ പല വാക്കുകളും പറയും. എന്നിട്ട് നമ്മൾ നമ്മുടെ മനസ്സിനോട് ചിന്തിക്കണം, അള്ളാഹുവേ ഞാൻ ഈ പറയുന്നത് അനുസരിച്ചാണോ എന്റെ ജീവിതം? അള്ളാഹു മറിയം അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുകയാണ്, ഇത് പറയാൻ 110% യോഗ്യതയുള്ളതാ മറിയമിന്. അള്ളാഹു തആല സംരക്ഷണ ഉത്തരവാദിത്വം നൽകിയവരിൽ നിന്ന് പോലും പ്രായപൂർത്തിയായപ്പോൾ, ശരീരം വളർന്നു തുടങ്ങിയപ്പോൾ സൂക്ഷ്മത കാണിച്ചതാ മറിയം. വമറിയം ബിനത ഇമ്രാൻ അല്ലതി, ഇമ്രാന്റെ മകൾ മറിയം ആരാണെന്ന് അറിയണ്ടേ? അഹ്സനത് ഫർജഹ, അവരുടെ ഗുഹ്യസ്ഥാനത്തെ നല്ലതുപോലെ സൂക്ഷിച്ചവരാ. ഒരുപാട് വിശദീകരണം. അള്ളാഹു പ്രധാനപ്പെട്ട അവയവം പറഞ്ഞു എന്ന് മാത്രം, ശരീരം മുഴുവനും അവർ സൂക്ഷിച്ചവരാണ്. فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين والتي أحسنت فرجها فنفخنا فيها من روحنا وجعلناها وابنها آية للعالمين قال إنما أنا مريم عليه السلام കുറേ ഗുണം പറഞ്ഞു. അത് അർത്ഥം തന്നെ പറഞ്ഞാൽ നമ്മുടെ സമയം തീരും. എന്താണെങ്കിലും മറിയം അലൈഹി സ്വലാമയുടെ അടുക്കലേക്ക് വന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, قال إنما أنا رسول ربك لأهب لك غلاما زكيا, നീ പേടിക്കണ്ട മറിയമേ, നിന്നെ ഉപദ്രവിക്കാൻ വന്നതല്ല, നിന്നെ പ്രയാസപ്പെടുത്താൻ വന്നതല്ല. ഞാൻ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം നിന്റെ അടുക്കലേക്ക് വന്നതാണ്. എന്തിനെന്നറിയണ്ടേ? എനിക്കൊരു കുഞ്ഞിനെ നൽകാൻ. മറിയം അലൈഹിസ്സലാം അത്ഭുതപ്പെട്ടു, എനിക്ക് കുഞ്ഞോ? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഖാല ഇന്നമാ അന റസൂലു റബ്ബിക ലിഅഹബ ലക ഗുലാമൻ സക്കിയ്യ. വെറും കുഞ്ഞല്ല, ആദ്യമായിട്ട് കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ അല്ലാഹു തആല കൊടുത്ത വിശേഷണം പരിശുദ്ധനായ ഒരു കുഞ്ഞിനെ, സക്കിയൻ, പരമ പരിശുദ്ധനായ ഒരു കുഞ്ഞിനെ എനിക്ക് അവസാനമായിട്ട് ഔദാര്യമായിട്ട് നൽകാനാ. അല്ലാഹു തആല ഉപയോഗിച്ച വാക്ക് വഹബ് എന്നാണ്. ലിഅഹബ ലകി, മക്കളുമായി ബന്ധപ്പെട്ടിടത്തെല്ലാം അല്ലാഹു എങ്ങനെ പറയുന്നത്? അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്ക് ഓശാരമായി നൽകും. മലയാളത്തിന്റെ ബലഹീനതയുണ്ട് എങ്കിലും അള്ളാഹു ഔദാര്യമായിട്ട് നൽകുമെന്ന വഹബ് എന്ന വാക്കിന്റെ അർത്ഥം. മക്കളുമായി ബന്ധപ്പെട്ടിടത്ത് പല സ്ഥലത്തിലും അള്ളാഹു പറയുന്നത് ഇങ്ങനെ എന്ന് വെച്ചാൽ, നമുക്ക് അള്ളാഹു തആല നൽകുന്ന മക്കൾ എന്ന് പറയുന്നത് വലിയ ഔദാര്യമാണ്. അള്ളാഹുവിന്റെ ഔദാര്യത്തിന്റെ അങ്ങേ അറ്റമാണ് അള്ളാഹു തആല നമുക്ക് തരുന്നത് നമ്മുടെ മക്കൾ. അങ്ങനെ ഔദാര്യമായിട്ട് എനിക്കൊരു കുഞ്ഞിനെ നൽകാനും വേണ്ടി അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം വന്ന ദൂതനാണ് ഞാൻ. قالت أنى يكون لي غلام ولم يمسسني بشر ولم أك بغيا. മറിയം അലൈഹിസ്സലാം പറഞ്ഞു, എനിക്കെങ്ങനെയാണ് കുഞ്ഞുണ്ടാകുന്നത്?
എനിക്കെങ്ങനെയാണ് കുഞ്ഞുണ്ടാകുന്നത്? എന്നെ ഒരു പുരുഷനും ഇതുവരെയും സ്പർശിച്ചിട്ടില്ല. ഞാനാണെങ്കിൽ മോശക്കാരിയുമല്ല, എന്നെ വിവാഹം കഴിപ്പിച്ചിട്ടുമില്ല, ഞാൻ വിവാഹവും കഴിച്ചിട്ടില്ല, ഞാനൊരു പരപുരുഷ ബന്ധം നടത്തിയിട്ടുമില്ല, വിഹിതവുമായിട്ടും അവിഹിതമായിട്ടും രണ്ടു രീതിയിലും ഒരു സ്പർശനവും ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെയാണ് എനിക്ക് കുട്ടി ഉണ്ടാകുന്നത്? قالت أن يكون لي غلام ولم يمسسني بشر ولم أك بغيا. വിവാഹവും കഴിച്ചിട്ടില്ല, വിവാഹം കഴിക്കാതെ ആയിട്ടില്ല, ഞാൻ മോശക്കാരിയായ ഒരു പെണ്ണുമല്ല. ജിബ്രീൽ അലൈഹിസ്സലാം പറയും قال كذلك قال ربك هو علي هين ولنجعله آية للناس ورحمة منا وكان أمرا مقضيا. അത് അള്ളാഹുവിന്റെ തീരുമാനമാണ് മറിയമേ. അള്ളാഹു തീരുമാനിച്ചാൽ അത് അങ്ങനെ തന്നെ നടക്കും. അള്ളാഹു തആല എനിക്കൊരു കുഞ്ഞിനെ നൽകാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം കുഞ്ഞുമായിട്ട് വന്നതാണ് ഞാൻ. ഫനഫഖ ഫീ. ജിബ്രീൽ അലൈഹിസ്സലാം മറിയം അലൈഹിസ്സലാമയുടെ ഉദരത്തിലേക്ക് ഊതി. സാധാരണ ഭൂമിയിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ മനുഷ്യ ശരീരത്തിന്റെ കോശങ്ങളുടെ ഉൽപാദനം അല്ലാഹു തആല ഭാര്യയുടെയും ഭർത്താവിന്റെയും വാപ്പയുടെയും ഉമ്മയുടെയും ശരീരത്തിൽ നിന്നും അല്ലാഹു തആല സംയോജിപ്പിച്ചിട്ട് അതിൽ നിന്നും ശരീരത്തിന്റെ ഘടനകൾ വളർന്നു തുടങ്ങും. ഇന്ന അഹദകും യുജ്മഉ ഖൽഖുഹു ഫീ ബത്നി ഉമ്മിഹി 40 യൗമൻ നുത്ഫ. നിങ്ങളുടെ ഓരോരുത്തരുടെയും സൃഷ്ടിപ്പ് നിങ്ങളുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ ആദ്യത്തെ 40 ദിവസത്തിൽ വ്യത്യസ്തമായ ബീജഗണങ്ങളായിട്ട് ശേഷിക്കും. നുത്ഫ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പുരുഷന്റെ അല്ലെങ്കിൽ പിതാവിന്റെ സെമനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതുമാത്രമല്ല, അള്ളാഹു അതിന് പ്രാധാന്യം കൊടുക്കാൻ കാരണം അതിനാണ് മേൽക്കോയ്മ. അള്ളാഹുവിന്റെ വലിയ തർത്തിബ. ഇത് സംവിധാനിക്കുന്നത് ഉമ്മയുടെ ഗർഭാശയത്തിലാണ്. ഇതിന്റെ സംവിധാനങ്ങൾ മുഴുവനും അള്ളാഹു തആല വെച്ചിരിക്കുന്ന ഉമ്മയുടെ ഗർഭാശയത്തിലാണ്. ഗർഭാശയത്തിന്റെ അറകൾക്കും അതിന്റെ ഭിത്തികളുടെയും പ്രത്യേകത അള്ളാഹു തആല വിശദീകരിക്കുന്നുണ്ട്. ഇതിന് ആവശ്യമായ പ്രധാനപ്പെട്ട ഒരു ഘടകം സെമൻ പോലെ തന്നെ അണ്ണം ഉമ്മയുടെ അനിവാര്യമാണ്. എന്നിട്ടും അല്ലാഹു തആല ഇവിടെ പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഇന്ന അഹദകും യുജ്മഉ ഖൽഖുഹു ഫീ ബത്നി ഉമ്മിഹി 40 യൗമൻ നുത്ഫ. 40 ദിവസം വാപ്പയുടെ സമൻ അല്ലെങ്കിൽ ഇന്ദ്രിയമായ വ്യത്യസ്തമായ അവസ്ഥയിൽ നിങ്ങളുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ ശേഷിക്കും. അതിനാണ് പ്രാധാന്യം കൂടുതൽ എന്ന് മനസ്സിലാക്കാൻ. മറ്റതിന് അല്ലാഹു പറഞ്ഞതേ ഇല്ല. അതിന്റെ അർത്ഥം അത് വേണ്ട എന്നല്ല, ഇതാണ് പ്രാധാന്യം, ഇതിനാണ് ഗൗരവം. അള്ളാഹു വാപ്പമാരെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും ആദരിക്കാനുമുള്ള ഭാഗ്യം തരുമാറാകട്ടെ. അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ വീണ്ടും പറഞ്ഞു, ثم يجمع خلقه في بطن أمه 40 يوما نطفة ثم يكون علقة ثم يكون مضغة. അത് കഴിഞ്ഞ് അടുത്ത 40 ദിവസം രക്തക്കട്ടയായിട്ട് അള്ളാഹു തആല മാറ്റും. വ്യത്യസ്തമായ അവസ്ഥ മാറി മാറി വരും. അടുത്ത 40 ദിവസം അലക്ക, മാംസക്കട്ട. ആ മാംസക്കട്ടയായിട്ട് അള്ളാഹു തആല മാറ്റും. അപ്പോഴേക്കും ഏകദേശം രൂപമൊക്കെയായി. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ ആദ്യം നിങ്ങളുടെ ശരീരത്തിൽ നിന്നും അല്ലാഹു തആല നിങ്ങളുടെ അസ്ഥിപഞ്ജരങ്ങളെ സൃഷ്ടിക്കും. എന്നിട്ട് അതിനകത്ത് അല്ലാഹു തആല മാംസത്തെ പൊതിയും. ഈ കാണുന്ന അത്ഭുതകരമായ സൃഷ്ടിപ്പ് ഏകദേശം ആ സമയമാകുമ്പോഴേക്കും ഏകദേശം 40 ദിവസം. അതിന് വർത്തമാന ശാസ്ത്രം പറയുന്നത് 4 മാസം. അതേ കണക്ക് തന്നെയാണ് അല്ലാഹു പറയുന്നത്. 40 ദിവസം 120 ദിവസമാകുമ്പോഴേക്കും ഏകദേശം ഒരു കുഞ്ഞിന്റെ രൂപമായി കഴിഞ്ഞു. ഫയൻഫഖു ഫീഹി റൂഹ. ഈ സന്ദർഭമാകുമ്പോഴേക്കും അല്ലാഹുവിന്റെ റസൂൽ പറയും, ഫയൻഫഖു ഫീഹി റൂഹ. അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന ആ കുഞ്ഞിന്റെ ആ ശരീരം, ആ കോശങ്ങൾ ഏകദേശം പൂർത്തിയായ സന്ദർഭത്തിൽ ആ സ്ഥലത്തേക്ക് അല്ലാഹു തആല റൂഹിനെ ഊതും. അപ്പോഴാണ് കുഞ്ഞിന്റെ ജീവൻ റൂഹ് വരുന്നത്. അതിനു മുമ്പേ ഉള്ള ജീവനുണ്ട്, ആ സമയത്താണ് ജീവൻ എന്നുള്ള അർത്ഥത്തിലല്ല, അത് കോശങ്ങളുടെ ജീവൻ. പക്ഷെ ആത്മാവാകുന്ന റൂഹ് ആ സന്ദർഭത്തിലാണ് വരുന്നത്. ആ സന്ദർഭത്തിൽ വന്നപ്പോഴേക്കും കാലും കൈ വിട്ട് ചവിട്ടാൻ തുടങ്ങും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ അനങ്ങാൻ തുടങ്ങും. ഏകദേശം 4 മാസമായപ്പോഴേക്കും ഈ റൂഹിന്, സാധാരണ നമ്മളെയൊക്കെ ജനിക്കുന്ന സന്ദർഭത്തിൽ 4ാമത്തെ മാസം അല്ലാഹു തആല ഉമ്മയുടെ ഉദരത്തിലേക്ക് ഊതുന്ന റൂഹിന് മറിയം അലൈഹിസ്സലാമയ്ക്ക് അല്ലാഹു തആല ആദ്യമേ തന്നെ ഊതി. അങ്ങനെ കുഞ്ഞ് അല്പാൽപമായി വളരാൻ തുടങ്ങി. മറിയം അലൈഹിസ്സലാം, ഇദ് ഖാലത്തിൽ മലായികതു യാ മറിയം ഇന്നല്ലാഹ യുബശ്ശിറുകി ബികലിമത്തിൻ മിൻഹു ഇസ്മുഹുൽ മസീഹു ഈസ ഇബ്നു മറിയം വജീഹൻ ഫിദ്ദുനിയ വൽ ആഖിറതി വമിനൽ മുഖറബീൻ. മറിയം അലൈഹിസ്സലാമിന് സങ്കടമുണ്ട്. ഒരു ഭാഗത്ത്, അല്ലാഹുവേ ഞാൻ ഗർഭം ധരിക്കുകയാണ്, എന്താണ് ജനങ്ങളോട് പറയുന്നത്? അല്ലാഹു, ഈ ജനങ്ങളോട് ഞാൻ എന്തു പറയും റബ്ബേ? അല്ലാഹുവിന്റെ പള്ളിയിൽ നേർച്ചയാക്കപ്പെട്ട് അള്ളാഹുവിന്റെ പള്ളിയുടെ പരിശുദ്ധിയിലും അതിന്റെ പവിത്രതയിലും വളർന്നു വന്ന് നാട്ടുകാരെല്ലാം എന്റെ മഹത്വത്തോടു കൂടി കണ്ട ഞാൻ ഇതാ ഗർഭം ധരിച്ചിരിക്കുകയാ.
ജനങ്ങൾ എന്താ ധരിക്കുന്നത്? ഈ സന്ദർഭത്തിൽ ഇടയ്ക്കിടയ്ക്ക് അല്ലാഹു തആല മലക്കുകളെ മറിയം അലൈഹി ഇസ്ലാമിന്റെ അടുക്കലേക്ക് വിടും. മറിയമേ, നീ സങ്കടപ്പെടണ്ട. അതിൽപ്പെട്ട ഒരു സംഭവം അല്ലാഹു വിശദീകരിക്കുന്നു. ഇദ് ഖാലത്തിൽ മലായികതു യാ മറിയമു ഇന്നല്ലാഹ യുബശ്ശിറുകി. മലക്കുകൾ വന്ന് മറിയം അലൈഹി ഇസ്ലാമിയോട് പറഞ്ഞ സന്ദർഭം നിങ്ങൾ ഓർക്കണമേ. യാ മറിയമേ, മറിയമേ, അല്ലാഹു തആല ഇതാ താങ്കൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു. ഇന്നല്ലാഹ യുബശ്ശിറുകി ബികലിമത്തിൻ മിൻ. ഈസാ നബി അലൈഹി ഇസ്ലാമിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മസീഹ ഈസ ഇബ്നു മറിയം. മസീഹ അപ്പോഴേ പറഞ്ഞു ഇസ്മുഹു മസീഹ. ജനിക്കുന്നതിന് മുമ്പ് കുഞ്ഞിന്റെ പേര് മലക്കുകൾ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പേ ഗർഭാശയത്തിൽ ഇരിക്കുമ്പോഴേ മലക്കുകൾ വന്നിട്ട് കുഞ്ഞിന്റെ പേര് ഇസ്മുഹു മസീഹ, മസീഹ എന്ന പേര്. അല്ലാഹു തആല ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് നീ സങ്കടപ്പെടേണ്ട. കാരണം വരാനിരിക്കുന്ന കുഞ്ഞിനെ കുറിച്ചുള്ള സന്തോഷ വാർത്ത ഇന്നി യുബശ്ശിറുകി, എനിക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. അപ്പൊ വിഷമം മാറും. അങ്ങനെ ചുരുക്കി പറയാം, വളരെ കുറഞ്ഞ സമയം, ചിലപ്പോൾ നാളെ കൂടെ കാണും നമുക്ക്. അള്ളാഹു 30 ദിവസത്തെ നോമ്പും തരുമാറാകട്ടെ. അങ്ങനെ ഈസാ നബി അലൈഹി ഇസ്ലാം ഇങ്ങനെ ഗർഭാശയത്തിൽ വളർന്നു വന്നു. അവസാനം ഈസാ നബി അലൈഹി ഇസ്ലാമിനെ പ്രസവിക്കുന്ന പ്രസവിക്കുന്നതിന് മുമ്പേ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് നിങ്ങളുടെ വയറ്റിലിരിക്കുന്ന കുഞ്ഞൊരു അത്ഭുതമായ കുഞ്ഞാണ്. എന്താ പറഞ്ഞ? മുഖറബീൻ, അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവരിൽപ്പെട്ടതാ. വയുകല്ലിമുന്നാസ, ജനങ്ങളോട് സംസാരിക്കും. ഫിൽ മഹ്ദി, തൊട്ടിലിൽ കിടന്ന് സംസാരിക്കും. കൈക്കുഞ്ഞായിരിക്കുമ്പോഴേ സംസാരിക്കും. ഫിൽ മഹ്ദി വകഹ്ലൻ, തൊട്ടിലിൽ കിടന്ന് മാത്രം സംസാരിക്കുമല്ല, അതിനുശേഷവും സംസാരിക്കും. യുവാവായിരിക്കുമ്പോഴും അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനും അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാമും സംസാരിക്കും. വമിന സ്വാലിഹീൻ, അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട സ്വാലിഹീങ്ങളിൽപ്പെട്ട ആളാണ്. അപ്പൊ മറിയം അലൈഹി ഇസ്ലാമയുടെ സങ്കടമൊക്കെ മാറി. ജനങ്ങൾ എന്ത് ധരിക്കുമെന്നുള്ള സങ്കടമല്ല മാറി, വലിയ സന്തോഷത്തോടുകൂടി കാത്തിരുന്നു. ഖാല കദാലിക അല്ലാഹു യഖ്ലുഖു മാ യശാ. എന്നിട്ട് അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ്, അള്ളാഹു ഇപ്രകാരം അത്ഭുതകരമായി സൃഷ്ടിപ്പ് നടത്താൻ കഴിവുള്ളവരാണ്. വേറൊരു സ്ഥലത്ത് അള്ളാഹു തആല പറയുന്നുണ്ട്, മറിയം അലൈഹി ഇസ്ലാം ചോദിക്കും, എനിക്ക് എങ്ങനെ കുഞ്ഞുണ്ടാകുന്നത്? വലം യംസസ്നി ബശറുൻ വലം അകു ബഗിയ. വിഹിതമായിട്ടും അവിഹിതമായിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല, പിന്നെ എങ്ങനെ എനിക്ക് കുട്ടിയുണ്ടാകും? അപ്പൊ പറയുന്നുണ്ട്, അള്ളാഹു ഇങ്ങനെയാണ് കാര്യങ്ങൾ നടത്തുന്നത്. ഇതാ അറാദ ശൈഅൻ, അവന് ഏതെങ്കിലും ഒരു സാധനം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഫയഖൂലു കുൻ, അവൻ പറയും ഉണ്ടാകൂ എന്ന് പറയും, ഫയകൂൻ, അപ്പോൾ അതുണ്ടാകും. മറിയം അലൈഹി ഇസ്ലാമിനെ വിശ്വാസം പഠിപ്പിച്ചു. മറിയം അലൈഹി ഇസ്ലാം അറിയാത്ത ആളല്ല, പക്ഷെ ഓർമ്മിപ്പിച്ചു. നമ്മൾ എന്തിനാ ഇതൊക്കെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാവുന്നതാ. പക്ഷേ ഈമാനിന്റെയും ഇൽമിന്റെയും ഏറ്റവും വലിയ പ്രത്യേകത അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അനുസരിച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടേയിരിക്കും, വിശ്വാസം കൂടിക്കൊണ്ടേയിരിക്കും. പത്രമാധ്യമങ്ങളാണ് ലേറ്റസ്റ്റ്, നമുക്ക് പുതിയതൊന്നുമില്ല, എല്ലാം പഴയതാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖിയാമത്ത് നാൾ വരെ പറയാനുള്ളത്. നമ്മളെല്ലാ വഖ്ത് നിസ്കാരത്തിലും വന്ന് സൂറത്തുൽ ഫാത്തിഹ, നമുക്ക് ലേറ്റസ്റ്റ് ഒന്നുമില്ല. അത് ഭൗതികവുമായി ബന്ധപ്പെട്ടതാണ്. മറിയം അലൈഹി ഇസ്ലാമിക്ക് നല്ലതുപോലെ അറിയാം ഇത്. പക്ഷെ മറിയം അലൈഹി ഇസ്ലാം പെട്ടെന്ന് ആ സന്ദർഭത്തിൽ ആശ്ചര്യപ്പെട്ടുകൊണ്ട് പറയുമ്പോൾ മറിയം അലൈഹി ഇസ്ലാമെ ഈമാൻ പഠിപ്പിക്കുന്നു. അള്ളാഹുവിന്റെ മലക്ക് നേർക്ക് നേരെ ഇതാ അറാദ ശൈഅൻ, അള്ളാഹു ഏതെങ്കിലും ഒരു വസ്തു ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച ഫയഖൂലു കുൻ, അള്ളാഹു പറയും ഉണ്ടാകൂ എന്ന് പറയും, ഫയകൂൻ, അപ്പോൾ അത് ഉണ്ടാകും. അത് മറിയമിന് അറിയൂലേ? അതുപോലെ തന്നെ വയർ അല്പാൽപമായി വീർത്തു വന്നപ്പോൾ സങ്കടപ്പെട്ടു, പ്രയാസപ്പെട്ടു, വരാനിരിക്കുന്നതിനെ കുറിച്ച് ഓർച്ചു പേടിച്ചു. എന്തായിരിക്കും എന്നെ കുറിച്ച് ജനങ്ങൾ പറയുന്നത്? അപ്പൊ മലക്കുകൾ എന്ന് പറഞ്ഞു, വരാനിരിക്കുന്ന കുഞ്ഞിന്റെ സന്തോഷ വാർത്ത അറിയിച്ചു. സാലിഹീങ്ങളിൽപ്പെട്ട മുഖറബീങ്ങളിൽപ്പെട്ടത് പേര് വെക്കേണ്ടത് മസീഹ, ഇസ്മുഹു മസീഹ വയുകല്ലിമു നാസ ഫിൽ മഹ്ദി കഹ്ല. വെറും കുഞ്ഞല്ല, ഒരു അത്ഭുതകരമായ കുഞ്ഞ്. കൈക്കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ടിലിൽ കിടന്ന് ജനങ്ങളോട് സംസാരിക്കും, അതിനുശേഷവും സംസാരിക്കും. എന്നിട്ട് അള്ളാഹു നമ്മളോട് പറയുകയാണ്, ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യരോട് അള്ളാഹു തആല കഥ പറഞ്ഞു തന്നിട്ട് പറയുകയാ, ഖാല കദാലിക അല്ലാഹു യഖ്ലുഖു മാ യശാ. അല്ലാഹു തആല ഇപ്രകാരം അവൻ ഉദ്ദേശിക്കുന്നതിനെ എല്ലാം അല്ലാഹു തആല സൃഷ്ടിക്കും. ഇദാ ഖദാ അംറൻ, അല്ലാഹു ഏതെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഫഇന്നമാ യഖൂലു ലഹു, അല്ലാഹു അതിനോട് പറയും കുൻ എന്ന് പറയും, ഫയകൂൻ, അതപ്പോൾ ഉണ്ടാകും. അള്ളാഹു നമുക്ക് ഉറച്ച വിശ്വാസം നൽകുമാറാകട്ടെ, സൂക്ഷ്മത നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് ചുരുക്കി ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജനനവും ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ പ്രബോധനവും ഈസാ നബി അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം പറയും. ഒരു അരമണിക്കൂർ മുമ്പേ തുടങ്ങിയാണ് നാളെ ഇത്രയും വിഷയം തീർക്കണ്ടായിരുന്നു. അപ്പൊ നാളെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു 1:30 ആകുമ്പോൾ തുടങ്ങാം. നിങ്ങൾ വന്നാലേ തുടങ്ങാൻ പറ്റൂ, നിങ്ങൾ വന്നില്ലേ തുടങ്ങാൻ പറ്റൂല. 1:30 ആകുമ്പോഴത്തേക്ക് ഇൻഷാ അല്ലാഹ് എല്ലാവരും എത്തും. അള്ളാഹു നമ്മളെല്ലാവരും സ്വീകരിക്കുമാറാകട്ടെ. ഇതിന്റെ ഗുണപാഠങ്ങളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.